കഴിഞ്ഞ ദിവസം കാഞ്ഞാണി ബ്രഹ്മോളം തിയേറ്ററിൽ ഞാനും ദീപും കൂടി സിനിമ കാണാൻ വന്നിരുന്നു. അപ്പം അന്ന് സിനിമ കാണുന്ന ദിവസം ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിരുന്നേ. ഒരു ചായ കുടിക്കാനുള്ള സ്പോട്ട് തപ്പി നടക്കുമ്പോഴാണ് ഈ ടീമാൻ എന്നുള്ള കഫേ ആദ്യമായിട്ട് കാണുന്നത്. കാഞ്ഞാണിയിലൊരു കഫേ എന്ന് പറയണത് ഇതാദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം അന്ന് ഞങ്ങൾ വന്നപ്പോഴും ഇവിടെ ഇങ്ങനെ ഷവർമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചായയുടെ കൂടെ ഓരോ ഷവർമയും കൂടി പറഞ്ഞു. നല്ല കിട്ടില്ല ഷവർമയായിരുന്നു കേട്ടോ. ഈ അടുത്ത കാലത്ത് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ, വൺ ഓഫ് ദി ബെസ്റ്റ് ഷവർമ എന്ന് തന്നെ പറയാം. അപ്പം അന്ന് ഈ ഷവർമയും ചായയൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടുത്തെ മെനുവിൽ വേറെയും കുറേ ഒരുപാട് ഐറ്റംസ് കണ്ടിരുന്നു. സത്യം പറഞ്ഞാലേ സിനിമ കാണാനുള്ള തിരക്കിൻ്റെ ഇടയിൽ ഇവിടുത്തെ ഫുഡുകളൊക്കെ സമാധാനമായിട്ട് ഇരുന്ന് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് തൃശ്ശൂർ പോണ വഴിക്ക് നമ്മളിവിടെ കയറിയിട്ടുള്ള എൻ്റെ പ്രധാന ഉദ്ദേശം കുറച്ച് ഐറ്റംസ് കൂടി ഒന്ന് ട്രൈ ചെയ്യാനും കുറച്ച് നേരം സമാധാനമായിട്ട് ഇരിക്കാനും കൂടിയാണ്. ചെറിയൊരു കഫേ ആണെങ്കിലും ഇവിടുത്തെ ആംബിയൻസ് ഞങ്ങൾക്ക് ഇഷ്ടമായി. അതുപോലെ അത്യാവശ്യം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഇവരൊരുക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഇവിടുത്തെ പ്രൈസിങ് ആണ്. എല്ലാ ഐറ്റംസും വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസും അതോടൊപ്പം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കോംപ്രമൈസ് ചെയ്യാണ്ടാണ് ഇവർ സെർവ് ചെയ്യണത്. എനിക്കും ദീപുവിനും ഒരു ചിക്കൻ ചീസ് ലോഡഡ് ഫ്രൈസും ഒരു വെജ് പനീർ റാപ്പും പിന്നെ അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസ്, അപ്പോൾ അതും കൂടി പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന അമ്മ പനീർന്ന് കേട്ടോണ്ടാണെന്ന് തോന്നുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യം തന്നെ പനീർ റാപ്പുമ്മലേക്ക് ചാടി വീണു. എൻ്റെ അമ്മയ്ക്ക് പനീർ എന്ന് വെച്ചാൽ ജീവനാ. അതുകൊണ്ട് തന്നെ ഈ റാപ്പും വല്ലാതെ അങ്ങ് ബോധിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പനീർ റാപ്പ് കഴിക്കണേ. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടുത്തെ മെനുവിൽ പനീർ റാപ്പ് പോലുള്ള വെജിറ്റേറിയൻ ഓപ്ഷൻസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. സംഗതി കിടിലനായിട്ടെന്നാണ് ദീപും പറയണത്. അമ്മയ്ക്ക് ദീപം ഒരു ഇഷ്ടമായ സ്ഥിതിക്ക് ഞാനും കൂടി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞോട്ടാ ദീപം അടിപൊളിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുടിക്കാനായിട്ട് 2 കളർഫുൾ മൊജിത്തോ പറഞ്ഞു. ഒന്ന് ബ്ലൂ കുറാസോ മൊജിത്തോ, 2 മാംഗോ ചില്ലി മൊജിത്തോ. ഇതിൽ ബ്ലൂ ദീപുവിനാണ്. ദീപുവിന് എരിവ് പറ്റില്ലല്ലോ. എനിക്കാണെങ്കിൽ ഇതിൽ ചില്ലിയൊക്കെ ഇഷ്ടമാണ്. ഏയ് ഇതല്ല എരിവുള്ളത്, എരിവുള്ളല്ലേ സൂപ്പറായിട്ടാ. നല്ല എരിവുണ്ട്. ഐ മീൻ ചെറിയൊരു സ്പൈസിനെസ് ഉണ്ട്. ഇത് ഗ്ലാസിൻ്റെ സ്ട്രോ അല്ലേ അല്ലേ? നന്നായി അല്ലേ? തേരുണ്ടോ നോക്കിയിട്ട് ഇതിപ്പോൾ അത്ര എരിവില്ല അല്ലേ? സഹിക്കല്ലേ? ഇതൊന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, ഇത് കൊള്ളാട്ടാ. ചില സ്ഥലത്ത് പോയാൽ എനിക്ക് ഈ ബ്ലൂ അത്ര ഇഷ്ടമാവാറില്ല, പക്ഷെ ഇവിടുത്തെ ഇത് കൊള്ളാം. കുടിക്കൽ മാത്രമല്ല, ഇടയ്ക്ക് തിന്നു. ഞാൻ ദീപുവിനെ വഴക്ക് പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങളാരും എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്. ഈ മൊജീത്ത പോലത്തെ ഡ്രിങ്ക്സ് കിട്ടിയാലേ ദീപുവിന് പിന്നെ അതുമ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു മാത്രം. ഇത് മുഴുവൻ തിന്നാൻ പറ്റുമോ? അടിപൊളി. നെക്സ്റ്റ് നമ്മൾ ഒരു സ്പാനിഷ് ഡിലൈറ്റ് ഷേക്ക് പറഞ്ഞു. കൂടെ അമ്മയ്ക്കൊരു പൈനാപ്പിൾ ജ്യൂസും. ദീപോ നിന്റെ ഷേക്ക് വന്നിട്ടാ. ഇപ്പോൾ ട്രൈ ഉണ്ടാ
ഷേക്ക് രണ്ടെണ്ണം ഞാൻ ട്രൈ ചെയ്യാലേ. കളിക്ക രണ്ട് സിപ്പ് എങ്ങനെ രണ്ട് സിപ്പ് അങ്ങനെയെങ്കിലും കുറച്ച് അകത്താക്കാലോ. റാപ്പും ലോഡഡ് ഫ്രൈസൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് സിപ്പ് ഷേക്ക് അടിക്കുമ്പോൾ അത് ഭയങ്കര റീഫ്രഷിംഗ് ആണ്. പൊതുവെ എനിക്ക് മിൽക്ക് ഷേക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇവിടുത്തെ ഷേക്ക് കൊള്ളാം. കഴിച്ചിട്ടും നിർത്താൻ പറ്റാണ്ട് ഇങ്ങനെ കഴിക്കാൻ കണ്ടപ്പോഴേ ദീപുവിൻ്റെ മുഖം അങ്ങോട്ട് മാറി. ഇവിടുത്തെ ഓരോ ഐറ്റംസും, അതിപ്പോൾ ലോഡഡ് ഫ്രൈസ് ആയിക്കോട്ടെ, ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള പനീർ ബർഗർ ആയിക്കോട്ടെ, എല്ലാം കിടിലനാണ്. ഫുഡിൻ്റെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും ഒക്കെ എടുത്തു പറയേണ്ടതാണ്. അമ്മോട് ഞാൻ ചോദിക്കായിരുന്നേ, പനീർ റാപ്പാണോ ബർഗറാണോ ഇഷ്ടമായത്. രണ്ടും ഒരുപോലെ ഇഷ്ടമായെന്നാണ് അമ്മ പറഞ്ഞത്. ഹാഫ് പനീർ ബർഗർ ദീപു ഷെയർ ചെയ്തു. ദീപുവിനും നല്ല ഇഷ്ടമായിട്ടാണ്. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ മുൻപ് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷവർമയാണ്. ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഷവർമ എന്ന് പറയാവുന്ന അത്രയും അടിപൊളി ഷവർമയാണ് ഇവിടുത്തെ. തരാൻ തോന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഷവർമയോ ബർഗറോ ഷെയ്ക്കോ അങ്ങനെ എന്ത് ഐറ്റം ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കഫേ ടീമാൻ. ദീപു തനതായ ശൈലിയിൽ ഷവർമയുടെ ഓരോ പീസ് കഴിക്കുമ്പോഴും എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വിതറിക്കൊണ്ടിരുന്നു. ഫയർഫ്ലൈയാ എന്തോ ഒരു സാധനം വേണം. ബൂസ്റ്റാ? അത് ശരിയാ, അമ്മയ്ക്കല്ലോ വേണം. ദീപു ബൂസ്റ്റ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഓരോ ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു. ദീപുവിനൊരു ബൂസ്റ്റും അമ്മയ്ക്കൊരു കാപ്പിയും എനിക്കൊരു മിൻറ്റ് ടീയുമാണ് പറഞ്ഞത്. മെനുവിൽ ഐസ്ക്രീം വെറൈറ്റീസും ഫലൂഡ പോലത്തെ ഒരുപാട് ഐറ്റംസ് കൂടി പെൻഡിങ് ഉണ്ട്. എല്ലാം കൂടി കഴിച്ച് വയറങ്ങോട്ട് നിറഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള ഐറ്റംസൊക്കെ അടുത്ത വരവിലാവട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഇന്നത്തെ ഈ ഒരു വിസിറ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ഞങ്ങൾ കഴിച്ച ഓരോ ഐറ്റംസും ഒന്നും ഒഴിവാക്കാനില്ല, എല്ലാം മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.